ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ കോപ്പ ഡി ഫ്രാൻസിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഫ്രഞ്ച് കരുത്തരായ ഒളിമ്പിക് ലിയോണിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലാവൽ എന്ന ടീമിനെ അവർ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിലും ഗോളടിക്കാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ എൻട്രിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ 80ാമത്തെ മിനിറ്റിലാണ് എൻട്രിക്കിന്റെ നിർണായകമായ ഗോൾ പിറന്നത്. ഒരു വെടിച്ചില്ല് ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതായത് സഹതാരമായ പവൽ ഒരു കൗണ്ടർ അറ്റാക്കിനൊടുവിൽ എൻട്രിക്കിലേക്ക് പന്ത് കൈമാറുന്നു. ഒരു പ്രതിരോധ നിര താരത്തെ കബളിപ്പിച്ച ഉടൻ തന്നെ വളരെയധികം കരുത്തുറ്റ ഒരു ഷോട്ട് എൻട്രിക്ക് എടുക്കുകയാണ്. അത് എതിർ ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ ഗോൾ പോസ്റ്റിലേക്ക് തുളഞ്ഞു കയറുന്നു. വളരെയധികം പവർഫുൾ ആയ ഒരു ഷോട്ടായിരുന്നു. അതാണ് ഗോളായി മാറിയിട്ടുള്ളത്. അങ്ങനെയാണ് ലിയോണിന് എൻട്രിക്ക് ലീഡ് നേടിക്കൊടുത്തത്. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ലാവൽ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. അങ്ങനെയാണ് ഒളിമ്പിക് ലിയോൺ എതിരില്ലാത്ത 2 ഗോളുകളുടെ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. എൻട്രിക്കിന്റെ ഷോട്ടിന്റെ പവർ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മത്സരത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഗോൾ എൻട്രിക്ക് നേടി. 3 കീ പാസുകൾ എന്ന് പറയുമ്പോൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകിയ താരം എൻട്രിക്കാണ്. അതുപോലെ തന്നെ 4 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 3 ടാർഗറ്റിലേക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉതിർത്തതും എൻട്രിക്കാണ്. 5 ഡുവലുകൾ വോൺ ചെയ്തു. 4 ഡ്രിബിളുകൾ സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കാൻ എൻട്രിക്കിന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയത് എൻട്രിക്കാണ്. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 7.8 ആണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ ബ്രസീലിയൻ താരം നടത്തിയിട്ടുള്ളത്. ഒളിമ്പിക് ലിയോണിൽ എത്തിയതിനു ശേഷം 5 മത്സരങ്ങളാണ് എൻട്രിക്ക് കളിച്ചത്. അതിൽ നിന്ന് 5 ഗോളുകളും ഒരു അസിസ്റ്റും പൂർത്തിയാക്കാൻ ഈ ഒരു സൂപ്പർ താരത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.